ബേസ്ബോൾ, ഫുട്ബോൾ കായിക വേദികളിൽ ആരാധക ഹൃദയങ്ങളെ കീഴടക്കിയ പ്രശസ്ത അമേരിക്കൻ കായിക താരം ടിം ടിബോ തന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും വിശ്വാസ നിലപാടുകളുടെയും ഉറച്ച പ്രഘോഷണത്താൽ മാധ്യമ ശ്രദ്ധ നേടുന്നു. പ്രശസ്തിയുടെയും വിജയത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മിഷണറി പ്രവർത്തനങ്ങളിലും പ്രോ ലൈഫ് വേദികളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ടിം ടിബോ മാർച്ച് ഫോർ ലൈഫിൽ പങ്കുവച്ച സ്വന്തം ജീവിത സാക്ഷ്യമാണ് ശ്രദ്ധേയമാകുന്നത്. ഫുട്ബോൾ, ബേസ്ബോൾ വേദികളിൽ സ്തുത്യർഹങ്ങളായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ടിം ടിബോ പരിശീലനങ്ങൾക്കും മത്സരങ്ങൾക്കും ഇടയിലും മിഷൻ യാത്രകൾക്കും പ്രാർത്ഥനാ ജീവിതത്തിനും ഇക്കാലവും സമയം മാറ്റിവെക്കുകയും മനുഷ്യപ്രീതിക്കായി തന്റെ വിശ്വാസ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ തയ്യാറാകാത്തതുമായ തീക്ഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകൻ കൂടിയാണ്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന വെർച്വൽ മാർച്ച് ഫോർ ലൈഫിൽ സ്വന്തം ജീവിത സാക്ഷ്യവുമായി ഈ മുൻ ഹെയ്സ്മാൻ ട്രോഫി ജേതാവ് നടത്തിയ പ്രഭാഷണമാണ് പ്രോ ലൈഫ് നിലപാടുകളുടെ ഉറച്ച പ്രഘോഷണമായി ക്രൈസ്തവ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഫിലിപ്പൈൻസിൽ മിഷണറി വേലയിൽ വ്യാപൃതരായിരുന്ന തന്റെ മാതാപിതാക്കളുടെ അഞ്ചാമത്തെ കുഞ്ഞായി ദൈവം തന്റെ അമ്മയുടെ ഉദരത്തിൽ തനിക്ക് രൂപം നൽകിയപ്പോൾ മുതൽ തന്റെ ജനനം വരെ അതീവ ഗുരുതര അവസ്ഥയിലൂടെയാണ് അമ്മ കടന്നുപോയതെന്നും മെഡിക്കൽ നിർദ്ദേശങ്ങളും ഒപ്പമുണ്ടായിരുന്നവരുടെ സമ്മർദ്ദങ്ങളും അബോർഷൻ ചെയ്യുവാനുള്ള പ്രേരണ ശക്തമാക്കിയെങ്കിലും തന്റെ മാതാപിതാക്കൾ ദൈവം നൽകിയ ഉദരഫലം എന്ന ദാനത്തിനായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്ന് ടിം വെളിപ്പെടുത്തി. Even when the doctor said it could and might cost her life, she decided she was going to trust God. And the pregnancy was so tough. There were so many setbacks and heartaches. But the whole time she continued to trust God. തനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ സുവിശേഷ പ്രഘോഷകനാക്കുമെന്ന് തന്റെ പിതാവ് ദൈവത്തിന് വാക്ക് നൽകിയതും ഒടുവിൽ വൈദ്യശാസ്ത്ര വിധികളെ തിരുത്തിക്കുറിച്ച് അമ്മയെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്ന പ്ലാസന്റ വിച്ഛേദിക്കപ്പെട്ടിട്ടും പൂർണ്ണ ആരോഗ്യത്തോടെ താൻ ജനിച്ചതും അത്ഭുത ജനനം എന്ന് തന്റെ ജനനത്തെ വിശേഷിപ്പിച്ചതും തനിക്ക് ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നർത്ഥമുള്ള തിമോത്തി എന്ന പേര് നൽകപ്പെട്ടതും ടിം പങ്കുവച്ചു. And in over 35 years of doing it, he looked at her and said, of all my years, this is the greatest miracle that I have ever seen, because I have no idea how he survived. The placenta is not attached and there's so many different issues, and I don't know how he had the nourishment and the food to be able to survive. This is a miracle baby. ലോകവിധികളെ തിരുത്തിയ തന്റെ ജനനത്തിലൂടെ തന്നെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകിയ ടിം ടിബോ ഇന്ന് സ്കൂളുകളിലും യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും സുവിശേഷ പ്രവർത്തനങ്ങൾ തീവ്രമായി തുടരുകയാണ്. 40-ലധികം സുവിശേഷകരെ പിന്തുണച്ചും താൻ ജനിച്ച ഫിലിപ്പൈൻസിൽ അനാഥരുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും അവകാശങ്ങൾക്കായി സ്വരമുയർത്തിയും അദ്ദേഹം നടത്തുന്ന നിസ്വാർത്ഥ സേവനങ്ങൾ ഏറെയാണ്. കളിക്കിടയിൽ കണ്ണിനു താഴെ ഐബ്ലാക്കിൽ ദൈവവചനങ്ങൾ എഴുതി അദ്ദേഹം ഏറെ പ്രാവശ്യം ശ്രദ്ധ നേടിയിട്ടുണ്ട്. കായികവേദികളിൽ ഒരു മുട്ടിന്മേൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ടിബോയിങ് എന്ന അപരനാമത്തിൽ അദ്ദേഹത്തിന്റെ അനന്യ സവിശേഷതയെ കുറിക്കപ്പെട്ട ഒന്നായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.